യുഗയ്യിറുഹു ബിയദിഹി. നിന്റെ മുമ്പിൽ അക്രമം കാണുന്ന സമയത്ത് നിന്റെ കൈകൾ കൊണ്ട് നിനക്കത് തടയാൻ കഴിയുമെങ്കിൽ നീ അതിന് തുനിയണമെന്നാണ്. വഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി, നിനക്കതിന് കഴിഞ്ഞില്ല എങ്കിൽ, നിന്റെ കൈകൾ കൊണ്ടത് തടയാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ നാവ് കൊണ്ട് നിനക്ക് എത്ര ഉച്ചത്തിൽ അതിനെതിരെ സംസാരിക്കാൻ കഴിയുമോ അതുപോലെ നീ അതിനെ പ്രതിരോധിക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടവൻ്റെ മഹത്വം പറയുന്നുണ്ട്. ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബത്തുൻ, ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്നാണ്. ആ പറച്ചിലിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ മുസ്ലിം ആകണമെന്ന ഒരു നിബന്ധന വെച്ചിട്ടില്ല. ആരാണോ അകാരണമായി ആക്രമിക്കപ്പെടുന്നത്, ഒരു കാരണവുമില്ലാതെ ക്രൂശിക്കപ്പെടുന്നത്, അവനെ സഹായിക്കാൻ മുന്നിട്ട് വരിക എന്നുള്ളത് ഈമാൻ്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതിനു വേണ്ടിയിട്ടാണ് നാലോളം വരുന്ന മഹല്ലുകളുടെ ഒരു സംയുക്ത കൂട്ടായ്മ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതുപോലെ മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കളും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആ സാധുജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയും അവർക്കെതിരെ നിലകൊള്ളുന്ന ആ കാട്ടാളന്മാരെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ഘോരമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്കൊക്കെ വലിയ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഗമം ഒരുമിച്ച് കൂട്ടാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവിടെ അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന സാധുക്കളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.